ഹായ് ഓൾ, വെൽക്കം ടു ഹാൻസ് അക്കാഡമി. അങ്ങനെ നമ്മളുടെ സെറ്റിൻ്റെ എക്സാം കഴിഞ്ഞു. പേപ്പർ 1 കുറച്ച് ടഫായിരുന്നു. പക്ഷേ എങ്കിലും നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം നമുക്ക് കൃത്യമായിട്ട്, അതായത് നമ്മൾ വെറുതെ നോക്കി പോയിട്ട് കാര്യമില്ല, നല്ല ഡീപ്പായിട്ട് നമ്മൾ ഓരോ ക്ലാസ്സുകളും പല തവണ കണ്ട് അതിൽ ഓരോ ചെറിയ ചെറിയ പോയിൻറ്റ്സിന് പോലും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പാസ്സാവുന്ന രീതിയിൽ തന്നെയായിരുന്നു എക്സാം. ഹൈംസ് അക്കാഡമിയെ സംബന്ധിച്ചോളം ഹൈംസ് അക്കാഡമിയുടെ റെക്കോർഡ് സെക്ഷൻസ്, അതിനുശേഷമുള്ള ലൈവ്, വീണ്ടും അവസാനത്തെ ഒരു മന്തിൽ ആവർത്തിച്ച് നമ്മൾ ചെയ്യുന്ന ലൈവ് സെക്ഷനിലൂടെ നല്ലൊരു പെർസെൻറ്റേജ് സ്കോർ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം കൃത്യമായിട്ട് 74 ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഏരിയയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഇനിയും നമ്മളുടെ സെറ്റ് നമുക്ക് ദൂരെയല്ല അല്ലെങ്കിൽ അകലെയല്ല, നമുക്ക് തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ പറ്റും. അപ്പം മുന്നോട്ട് പോകും തോറും നമുക്ക് കൂടുതൽ അത് ടഫായി പോകാനാണ് സാധ്യത. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത തവണയും കൊണ്ടെങ്കിലും നമ്മൾ സെറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാർക്ക് സ്കീം എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ജനറൽ കാറ്റഗറിയിൽ പേപ്പർ 1 നമുക്ക് 40% വേണം. അത് എത്ര മാർക്ക് വരും? 120 48 മാർക്ക് വരും പേപ്പർ 1 പാസ്സാവണമെന്നുണ്ടെങ്കിൽ. ഇനി പേപ്പർ 2, അതായത് രണ്ടും ഇൻഡിവിജ്വലി പാസ്സാവണമെന്നാണ് പറയുന്നത്. പേപ്പർ 2 ആണെങ്കിലും 40% മാർക്ക്, അതായത് 120 48 മാർക്ക്. അങ്ങനെ ടോട്ടൽ 48% നമുക്ക് വേണം. അതായത് 116 മാർക്ക്. 240 പേപ്പർ 1 പേപ്പർ 2 കൂടെ കൂട്ടി 240 116 മാർക്ക് നമുക്ക് വേണം. എങ്കിലാണ് ജനറൽ കാറ്റഗറിയിലുള്ളവർ പാസ്സാവുന്നത്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റഡ് ഒക്കെ ആകുവാണെങ്കിൽ 116 എന്ന് പറയുന്നത് 115 മാറാം. അങ്ങനെയാണ് മാറ്റം വരുന്നത്. സെക്കൻഡ് കാറ്റഗറി OBC നോൺ ക്രീമി ലെയർ ആണ്. നമുക്ക് വേണ്ട പെർസെൻറ്റേജ് പേപ്പർ 1 രണ്ട് പേപ്പറും ഇൻഡിവിജ്വലി പാസ്സാവാനായിട്ട് പേപ്പർ 1 35%, അതായത് 120 42 മാർക്ക്. ഇനി പേപ്പർ 2 ഇൻഡിവിജ്വലി പാസ്സാവാനായിട്ട് 35% തന്നെ എത്രയാണ്? 120 42 മാർക്ക്. ഇനി ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേണം? ടോട്ടൽ നമുക്ക് 45% മാർക്ക് വേണം. അതായത് 240 108 മാർക്ക് കിട്ടുകയാണെങ്കിലാണ് OBC നോൺ ക്രീമി ലെയറിലുള്ളവർ സെറ്റ് പാസ്സാവുക. മൂന്നാമത്തേത് ഡിഫറൻ്റ്ലി ഏബിൾഡ് SC ST കാറ്റഗറി. ഇവരെ സംബന്ധിച്ചോളം പേപ്പർ 1 ഇൻഡിവിജ്വലി പാസ്സാവാൻ 35%, അതായത് 120 42 മാർക്ക്. പേപ്പർ 2 35% തന്നെ, അതായത് 120 42 മാർക്ക്. ഇനി ടോട്ടലോ അഗ്രിഗേറ്റ് നമുക്ക് 40% മാർക്ക് വേണം. അതായത് 240 96 മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പാസ്സാവും. ഇതാണ് നമ്മളുടെ മാർക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരാം.